everyone, welcome back to Baby's Magic Desk. എഡിബിൾ ഫോട്ടോ പ്രിൻറ്റിൽ ചെയ്യുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇന്നത്തെ വീഡിയോ. ഇതെങ്ങനെയാണ് ഒരു വിപ്ഡ് ക്രീം കേക്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ എഡിബിൾ ഫോട്ടോ പ്രിൻറ്റ് നമുക്ക് ആവശ്യമുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അതേ സൈസിൽ തന്നെ ഒരു ഫോണ്ടൻറ്റിൻ്റെ പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫോട്ടോയുടെ അത്രയും സൈസിൽ ഫോണ്ടൻറ്റ് തിന്നായിട്ട് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ ഷീറ്റിൻ്റെ ബാക്കിൽ ഇതുപോലെ തിന്നായിട്ടൊരു ലെയർ ഫോണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ സ്റ്റേബിളായിട്ടിരിക്കും. പ്രത്യേകിച്ച് ക്രീം കേക്കിൽ വെക്കുമ്പോൾ വാട്ടർ അബ്സോർബ് ചെയ്ത് എഡിബിൾ ഫോട്ടോയുടെ ഇങ്കൊക്കെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. പിന്നെ നമുക്ക് ഇത് ഫോട്ടോ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുന്നതിനൊന്നും കുഴപ്പമൊന്നും വരില്ല. ഫോണ്ടൻറ്റ് തിന്നായിട്ട് പരത്തി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു കുറച്ച് എഡിബിൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അപ്ലൈ ചെയ്യണ്ട, ഒരുപാട് വെറ്റായിട്ട് പോകരുത്. അത്യാവശ്യത്തിന് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഷുഗർ ഷീറ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പതുക്കെ പ്രസ് ചെയ്ത് എയർ ബബിളൊന്നും ഇല്ലാതെ ഒട്ടിച്ചു കൊടുക്കുക. എഡിബിൾ ഗ്ലൂ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു പിഞ്ച് ടൈൽ ഹൗസ് പൗഡർ എടുത്ത് കുറച്ച് വാട്ടറിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഡിസോൾവ് ആയിട്ട് വരും. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ തിക്കായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എഡിബിൾ ഗ്ലൂ കിട്ടും. ഇനി അതല്ലെങ്കിൽ കുറച്ച് ഗം പേസ്റ്റ് എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും മതി. ഇത് ഞാൻ നേരത്തെ പീൽ ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് ഞാൻ നേരത്തെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഫോട്ടോ ഫിക്സ് ചെയ്യണത്. നമ്മൾ ഫോട്ടോ ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ കേക്കിൻ്റെ ഹൈറ്റും നമ്മൾക്ക് വേണ്ട ഫോട്ടോയുടെ ഹൈറ്റും ഒക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ. സാധാരണ നമ്മൾ ക്രീം കേക്കൊക്കെ ചെയ്യുമ്പോൾ ഫുൾ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഫോട്ടോ ഫിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇവിടെ നമ്മൾ ആദ്യമേ ഫോട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയുള്ള പോർഷനിലാണ് ക്രീം വെച്ച് കവർ ചെയ്യണത്. ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു കളേഴ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ക്രീമിന് ലൈറ്റ് ബ്ലൂ എടുത്തിട്ടുണ്ട്, കുറച്ച് പീച്ചും കുറച്ച് യെല്ലോയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂ കളർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് യെല്ലോ കളർ വേണം. നമുക്ക് കളേഴ്സ് കുറച്ച് ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് നമുക്ക് ആവശ്യമുള്ള കളറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കിട്ടണവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ യെല്ലോ കളറിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് മൂടി കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗണിൻ്റെ ഒരു ടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പീച്ച് കളറാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പിങ്ക് കളർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വൈറ്റ് ക്രീമിൽ പിങ്ക് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം യെല്ലോൻ്റെയും റെഡിൻ്റെയും ചെറിയ ടച്ചും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പീച്ച് കളർ കിട്ടും. ക്രീമിൽ ഇതുപോലെ കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ പല ബ്രാൻഡ് കളേഴ്സും പല റിസൾട്ടായിരിക്കും തരിക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഏതാണോ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്രീമിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടുമ്പോൾ മാത്രം മൊത്തത്തിലുള്ള ക്രീമൊന്ന് കളർ ചെയ്തെടുത്താൽ മതി, മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട 3 കളേഴ്സും പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കും ഇവിടെ റെഡിയാണ്. ഇനി ഇതിനൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഈ ഫോട്ടോ വെച്ചിട്ടുള്ള പോർഷൻ ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യേണ്ടത്.
താഴെ യെല്ലോ കളറാണ് പൈപ്പ് ചെയ്യണത്. അതിൻ്റെ മുകളിൽ ബ്ലൂ കളറും പിന്നെ പീച്ച് കളറും കൊണ്ട് ചെറുതായിട്ട് ക്ലൗഡ്സ് പോലെ കൊടുത്തിട്ട് മൊത്തത്തിൽ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫോട്ടോയുടെ ചുറ്റും ക്രീം കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിൽ വരണമെന്നൊന്നുമില്ല. ഒരു ഡെക്കിൾഡ് എഡ്ജാണ് നമുക്ക് വേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കൂടുതൽ കെയർഫുൾ ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫോട്ടോ ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗത്തൊക്കെ ക്രീം കവർ ചെയ്തിട്ടുണ്ട്. ഇനി കെയർഫുള്ളായിട്ട് ഇതിനെ സ്ക്രേപ്പ് ചെയ്യണം. സ്ക്രേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിൽ സ്ക്രേപ്പ് ചെയ്യാൻ പാടില്ല. ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ സ്ക്രേപ്പ് ചെയ്യാം. എന്നിട്ട് ഫോട്ടോയുടെ മറ്റേ ഭാഗം എത്തുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സായിട്ടും സ്ക്രേപ്പ് ചെയ്യാം. അങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് സ്മൂത്താക്കി എടുക്കണം ഈ ഒരു കേക്ക്. ആദ്യത്തെ 1-2 പ്രാവശ്യം സ്ക്രേപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഗ്യാപ്സ് ഉണ്ടാവും. ആ ഗ്യാപ്സൊക്കെ സെയിം കളർ തന്നെ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. എന്നിട്ട് മാക്സിമം സ്മൂത്താക്കി ഫിനിഷാക്കി എടുക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ അകത്തുണ്ട്. ആ ഫോട്ടോൻ്റെ പോർഷനിൽ കൂടുതൽ ക്രീം കയറി വരാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം സ്ക്രേപ്പ് ചെയ്യാൻ. ഈ ഒരു കേക്കിൻ്റെ ടോപ്പ് എഡ്ജും ഡെക്കിൾഡ് എഡ്ജായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ടോപ്പ് ഒന്നും കൂടെ സ്മൂത്താക്കി എടുത്തതിന് ശേഷം വേണം ഫൈനലി സൈഡൊന്ന് സ്ക്രേപ്പ് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ആ ഒരു ഡെക്കിൾഡ് എഡ്ജ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. മുകളിലൊരു ഡെക്കിൾഡ് എഡ്ജ് ഉണ്ട്. അതുപോലെ ഫോട്ടോയ്ക്ക് ചുറ്റും ഡെക്കിൾഡ് എഡ്ജ് വന്നിട്ടുണ്ട്. ഇനി ഫോട്ടോയ്ക്ക് ചുറ്റും ഡെക്കറേറ്റ് ചെയ്യുന്നത് എഡിബിൾ ഗോൾഡ് ലീഫ് വെച്ചിട്ടാണ്. നമുക്ക് എഡിബിൾ ഗോൾഡ് പെയിൻറ്റോ അല്ലെങ്കിൽ ഡസ്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ഗോൾഡ് ലീഫാണ്. പതുക്കെ ബ്രഷ് വെച്ചിട്ട് വേണം ലിഫ്റ്റ് ചെയ്തെടുത്ത് വെച്ച് കൊടുക്കാൻ. കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് പാറിപ്പോയി അവിടെയും ഇവിടെയൊക്കെ സ്റ്റിക്കായി പോവും. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ ഫോട്ടോയ്ക്ക് ചുറ്റുമുള്ള എഡ്ജിൽ ഇതുപോലത്തെ എഡിബിൾ ഗോൾഡ് ലീഫിൻ്റെ ഫ്ലേക്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഫ്രെയിമിനകത്ത് വരുമ്പോഴാണ് നമ്മുടെ ഫോട്ടോ ഒന്ന് ഹൈലൈറ്റായിട്ട് കാണിക്കുക. ഇനി ഇതിൻ്റെ ടോപ്പിലുള്ള ഡെക്കിൾഡ് എഡ്ജിന് വേണ്ടിയിട്ട് ഗോൾഡ് പെയിൻറ്റ്, അത് ഞാനിവിടെ ഗോൾഡ് ഡസ്റ്റിൽ കുറച്ച് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വാട്ടർ മിക്സ് ചെയ്താലും മതി, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ബ്രഷ് വെച്ച് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ പേര് വെക്കണം. ആ പേര് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ
ഷുഗർ ഷീറ്റിൽ തന്നെ നെയിം പ്രിൻ്റ് ചെയ്തത് ഫോണ്ടൻ്റ് വെച്ച് ഫോണ്ടൻറ്റിൽ സ്റ്റിക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പീസ്. അതിൻ്റെ ബാക്കിൽ ലോലിപോപ്പ് സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റോസസും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇത് അതിൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നെയിം ബോർഡും വെച്ച് കഴിഞ്ഞു. ഇനി ടോപ്പിൽ ബ്ലാങ്കായി കിടക്കുന്ന പോർഷനിൽ കുറച്ച് എഡിബിൾ പേൾസ്, ഗോൾഡ് പേൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബേബീസ് മാജിക് ഡെസ്ക്. We hope you like this video. Don't forget to like, share and subscribe. See you soon with another video. Until then, take care and bye.